പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പൂക്കാതെ നിൽക്കുന്ന എല്ലാ തരം ഓർക്കിഡുകൾക്കും നൽകാൻ പറ്റുന്ന 4 വ്യത്യസ്ത തരത്തിലുള്ള വളങ്ങളെ കുറിച്ചാണ്. ഈ വളങ്ങളെല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഓർക്കിഡ് ചെടി കുറേ നാളുകളായിട്ട് പൂവൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന വളങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് ഇതേപോലെ ഒരു ഫ്ലവർ സ്പൈക്ക് വന്നതും നല്ല വലിപ്പമുള്ള പൂക്കൾ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. യാതൊരു തരത്തിലുള്ള രാസവളങ്ങളും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിൽ നിന്നും വേസ്റ്റായി പോകുന്ന പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി തീരെ പൈസ ചിലവില്ലാതെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒന്നാമത്തെ വളം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴത്തൊലി കൊണ്ടാണ്. നേന്ത്രപ്പഴത്തിൻ്റെയോ ചെറുപഴത്തിൻ്റെയോ തൊലികൾ ഉപയോഗിക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയായിരിക്കും കുറച്ചുകൂടി നല്ലത്. പഴത്തൊലി ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കി ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയിൽ ഇട്ട് വയ്ക്കുക. പഴത്തൊലി മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു വയ്ക്കുക. 2-3 ദിവസം ഇത് ഇങ്ങനെ അടച്ചു വെക്കണം. തലേ ദിവസം ഇതേപോലെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒഴിക്കുകയാണെങ്കിൽ അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2-3 ദിവസം ഇതേപോലെ പുളിക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2 ഇരട്ടി വെള്ളം ചേർത്തിരിക്കണം. എപ്പോഴും ചെടികൾക്ക് നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ ഈ വലിച്ചെറിയുന്ന പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യമാണ് ചെടികൾക്ക് പൂക്കാനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ ചെറിയ അളവിൽ മഗ്നീഷ്യം, പിന്നെ കാൽഷ്യം എല്ലാം പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഓർക്കിഡിൻ്റെ കടയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫിൽ സ്പ്രേ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഓർക്കിഡിന് മാത്രമല്ല പൂക്കാനായിട്ട് മറ്റെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എൻ്റെ ഹോയ പ്ലാന്റ്സിന് ഈ വളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നേർപ്പിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും എല്ലാ വളങ്ങളും രാവിലെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണ് എല്ലാം അബ്സോർബായിട്ട് നല്ല റിസൾട്ട് കിട്ടാൻ നമ്മെ സഹായിക്കുകയുള്ളൂ. മറ്റുള്ള വളങ്ങളുടെ പോലെയല്ല ഈ വളം നമുക്ക് എന്നും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു വളമാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 3 തണ്ട് മുരിങ്ങയിലയാണ്. അതിൻ്റെ കമ്പുകളും എല്ലാം മാറ്റിയിട്ട് ഇലകൾ മാത്രം എടുക്കുക. ശേഷം ഒരു 100 മില്ലി വെള്ളം എടുക്കുക. 3 തണ്ട് മുരിങ്ങയിലേക്കാണ് ഇതേപോലെ 100 മില്ലി വെള്ളം. അത് ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം അത് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പയിൽ അരിച്ചാൽ പോരില്ല. നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടാവുക. അപ്പോൾ തുണി കൊണ്ട് മാത്രം പിഴിഞ്ഞെടുക്കുക. മനുഷ്യർക്കെന്ന പോലെ സസ്യങ്ങൾക്കും മുരിങ്ങയില കൊണ്ട് ധാരാളം പ്രയോജനങ്ങളുണ്ട്. പൂക്കാനും നന്നായിട്ട് വളരാനുമുള്ള ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൂത്ത ഇലകൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ നേർപ്പിച്ചിട്ട് വേണം എടുക്കാൻ. ഞാനിവിടെ 3 തണ്ട് മുരിങ്ങയിലയിലേക്ക് 5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 5 ലിറ്റർ വെള്ളവുമായി മുരിങ്ങയില ജ്യൂസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നേർപ്പിച്ചിട്ട് വേണം ഈ ഒരു ജ്യൂസ് ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാനായിട്ട്. ഈ മുരിങ്ങയില ജ്യൂസ് ഉണ്ടാക്കിയിട്ട് എടുത്തു വയ്ക്കാൻ പാടില്ല കേട്ടോ. ഉണ്ടാക്കിയിട്ട് 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പിറ്റേ ദിവസം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഉപയോഗിക്കാം. നേർപ്പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് വളങ്ങളെല്ലാം ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഓർക്കിഡ് ചെടി ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കുക. ഞാൻ ഈ വളം ഉപയോഗിച്ചതിന് ശേഷം ഈ ചെടിയിലും ഫ്ലവർ സ്പൈക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഈ വളം 2 ആഴ്ച കൂടുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. മറ്റേ വളം നമുക്ക് മുന്നേ കാണിച്ച വളം നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. പക്ഷേ ഇത് 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വളം എല്ലാ പൂച്ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ വളം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട്ടിൽ ഓംലെറ്റ്, ബുൾസൈ മുതലായവ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന ആ മുട്ടത്തോടുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. മുട്ടയിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. അത് ചെടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ചെറിയ അളവിൽ മാത്രം മതിയാവും. അത് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്.
ആ മുട്ടത്തോട് കഴുകിയ വെള്ളം നമുക്ക് ഓംലേറ്റ് മിക്സ് ചെയ്ത പാത്രം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയുള്ള ഒരിത് കിട്ടും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടികളുടെ കടയ്ക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്. ഇനി മുതൽ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ വെള്ളം ഒഴിച്ച് അതൊന്നും കഴുകി കളയണ്ട. കഴുകിയിട്ട് ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് പൂവിടും. രാസവളങ്ങൾ ഉപയോഗിക്കുന്നതിലും വളരെ നല്ലത് എപ്പോഴും ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതാണ്. ചെടിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇതേപോലുള്ള വളങ്ങൾ സഹായിക്കുന്നതാണ്. എല്ലാ വളങ്ങളും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അടുത്തതായിട്ട് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമാണ് ചെടികൾക്ക് അത് വലിച്ചെടുക്കാനും നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുമുള്ളൂ. തേങ്ങാവെള്ളത്തിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് ആയ അയൺ, സോഡിയം, കോപ്പർ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ ചെടികളുടെ വേരുകളുടെ വളർച്ചയ്ക്കും ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ തേങ്ങാവെള്ളം ചെടികൾക്ക് വലിയ അളവിൽ കൊടുക്കാൻ പാടുള്ളതല്ല. ചെറിയ അളവിൽ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ ഇന്ന് എടുത്ത തേങ്ങാവെള്ളം ഇന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ തേങ്ങാവെള്ളത്തിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം ഇലയിലും കടഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2-3 ദിവസത്തിന് ശേഷം പുളിപ്പിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലെ മൂലകങ്ങളുടെ അളവ് വർദ്ധിക്കുകയും നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. 50 മില്ലി പുളിപ്പിച്ച തേങ്ങാവെള്ളത്തിന് 1 ലിറ്റർ പച്ചവെള്ളം ചേർത്തിട്ട് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തും മുകൾ ഭാഗത്തും കടയിലും ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ചെയ്യാം. ഈ വിധത്തിൽ തേങ്ങാവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാവുകയും ചെടി കരുത്തോടെ വളരുകയും ചെയ്യും. പൂച്ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, പച്ചക്കറി ചെടികൾക്കും ഈ വളം വളരെ എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് തുടർന്നും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.